ഗൈസ് വിശന്ന് വലഞ്ഞ് അടുക്കളയിലോട്ട് പോയി എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒഴിഞ്ഞ പാത്രങ്ങൾ മാത്രം. പിന്നെ ഇട്ടംവലം നോക്കാതെ ഞങ്ങൾ സൈക്കിളിൻ്റെ ചാവിയും ശബ്ദത്തെയും വെളിച്ചത്തിനും വേണ്ടി നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജി ഐറ്റമായ ഈ ഒരു ഐറ്റം എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇന്നടി ഫുഡടി പുറത്തുനിന്ന് തന്നെ. ചാവി കൊണ്ട് റോഷൻ്റെ കൈ കൊടുത്തേ ഉള്ളൂ. ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് അവൻ റെഡി. ഇവിടെ ഹെൽമെറ്റും ജാക്കറ്റും മസ്റ്റാണ്. ഒരു 8:30 ടൈമിലുള്ള ആംബിയൻസാണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ നാട്ടിലെ പോലെയല്ല, സൈക്കിളിൽ പോകണമെങ്കിൽ സിഗ്നൽ മസ്റ്റാണ്. നാട്ടിലേക്കാളും നല്ല കിടിലം കിറുക്കന്മാരാണ് ഇവിടെ. ഫൈനൊക്കെ അടിച്ച് കൈ തരും. ഞങ്ങൾ പോകുന്ന റോട്ടിൽ കൂടെ ആണെങ്കിലും കണ്ണെപ്പോഴും ആകാശത്തോടാണ്. മിസൈലൊക്കെ വരുന്ന വഴി അറിയത്തില്ലേ. കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് അവിടെ എത്തി. ഇനിയിപ്പോൾ സൈക്കിൾ പാർക്കുള്ള വഴി നോക്കണം. നാട്ടിൽ ബൈക്ക് വെക്കണേക്കാളും പാടാണ് ഇവിടെ സൈക്കിളൊന്നും ഒതുക്കുക. ഒരു ചേട്ടനാണെങ്കിൽ എൻ്റെ പിറകൊന്ന് എന്തിനൊക്കെയോ സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ടൈമിൽ റോഷൻ ഒരു സൈഡിൽ സൈക്കിൾ ഒതുക്കി വെച്ച്. ഇനിയിപ്പോൾ സൈക്കിൾ നോക്കിയിട്ട് നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. റെസ്റ്റോറൻറ്റിൻ്റെ പേര് തബാക്കത്തെന്നാണ്. അവർ ബുക്ക് മുഴുവൻ വായിച്ചതിന് ശേഷം ഓർഡർ ചെയ്തത് സ്ഥിരം കഴിക്കുന്ന പെരി പെരി തന്നെ. അതിനിടയിലാണ് ആഴിയിൽ അസ്തമിക്കുന്ന ഷവർമയും നമ്മൾ കണ്ടത്. പിന്നെ ഒരു ഷവർമയും കൂടെ അങ്ങ് പറഞ്ഞു. പെട്ടെന്നാണ് കണ്ണിൽ ഇങ്ങനെ ഒരുത്തം വന്ന് പെട്ടത്. കൂടെ ടേബിളിൽ നമ്മുടെ നാട്ടിലെ തരംഗമായ മറ്റൊരുത്തൻ. ഷോപ്പിൻ്റെ പുറത്തൊക്കെ അത്യാവശ്യം ആളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഓർഡറും ടേബിളിൽ എത്തി. ഒരു സൈഡിൽ നമ്മൾ കഴിച്ചു തുടങ്ങി. സാധനത്തിനാണെങ്കിൽ അത്ര ഹെവി ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ആവറേജ് ലെവൽ. പക്ഷേ ആവറേജ് ആണെങ്കിൽ നമ്മൾ പാത്രം കാര്യമൊക്കെ അറിയാമല്ലോ. ഷവർമ രേത്ത് റോഷനിൽ തന്നെ വയ്ക്കുക. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ബില്ലും കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് വേറൊരു പരിപാടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഇവൻ്റെ അലമാരയ്ക്ക് ലോക്കൊന്ന് മാറണം. ലോക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഷോപ്പിൽ പോയി അത് കിട്ടുമെന്ന് നോക്കണം. ഷോപ്പിലാണെങ്കിൽ മലയാളവും ഹിന്ദിയും തമ്മിലുള്ളൊരു പോരാട്ടം. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മതിലിലോട്ട് ഒരു വെള്ളവും മേടിച്ച് നേരെ ഇറങ്ങണം. ഇവിടെ നിന്ന് ഞങ്ങൾ പല്ലിനെ തിളക്കം കൂട്ടാൻ വേണ്ടി 2 വൈലറ്റ് കളർ ടൂത്ത് പേസ്റ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് നാളെ രാവിലെ നോമ്പ് കുറിക്കാൻ വേണ്ടി പഴം നോക്കിയെങ്കിലും നല്ലതൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വെള്ളമൊന്നും അടിച്ച് നേരെ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.